ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ്. എനിക്ക് അറിഞ്ഞുകൂടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് സാൻഡ്വിച്ച്. ആദ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ അവനെ കൊണ്ട് പറയിപ്പിച്ച് അവരെ തന്നെ കൺഫ്യൂഷനായി തെറ്റിപ്പോയതാണ്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് ബ്രെഡ് പിസ ആയിരുന്നു. പക്ഷേ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ബ്രെഡ് സാൻഡ്വിച്ച് ആയിപ്പോയി. അപ്പോൾ പിന്നെ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് പുതിയ റെസിപ്പി ട്രൈ ചെയ്യാണ്ട് തിരിച്ചു പോകുക? അതോടെ പ്രാവശ്യം ഞാൻ ബ്രെഡ് പിസ ആയിട്ടാണ് മാമിയുടെ തിരിച്ചത്. പക്ഷേ ആസ് യൂഷ്വലി മാമി ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് മാമി വന്നു, കാരണം മാമിക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി. സ്റ്റാർട്ടിംഗ് ബ്രെഡ് പിസ ആയിരുന്നു എൻ്റെ പ്ലാനിലെങ്കിലും പോയി ബ്രെഡ് സാൻഡ്വിച്ചിലേക്ക് എത്തിയായിരുന്നു. ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എടുത്ത ഇൻഗ്രീഡിയൻസ് ബ്രെഡ്, മുട്ട, തക്കാളി, സവോള, പിന്നെ ചീസ്. വെജിറ്റബിൾസിൻ്റെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾ മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഒരാളാണെങ്കിൽ നിങ്ങൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മുട്ട ഓംലെറ്റ് ആക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഒരാൾ മാത്രമല്ലല്ലോ, അതുകൊണ്ട് ആളെണ്ണം കൂടുതലായിട്ട് നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ചേട്ടൻ കാർട്ടിയും കൂടി ഓരോന്ന് പറഞ്ഞ് തള്ളി പിടിക്കുന്നുണ്ട്. നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട. നമുക്ക് അടുത്ത് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. അതായത് ബ്രെഡ് ടോസ്റ്റ്. ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ബട്ടർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ബട്ടർ എടുത്തു. അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കണം, കാരണം നമ്മൾ ഒന്നും കൂടി ഇത് ടോസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഓവറായി ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് കരിഞ്ഞു പോയി നമ്മൾ ഉദ്ദേശിച്ച ഫ്ലേവർ കിട്ടുകയും ചെയ്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ബ്രെഡ് ടോസ്റ്റിംഗിൻ്റെ ഇടയിലായിരുന്നു അപ്രതീക്ഷിതമായി മാമ ചില സർപ്രൈസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാതെ സർപ്രൈസ് ആയിപ്പോയി. കുറച്ച് നേരത്തേക്ക് മാമിച്ചിട്ട് സർപ്രൈസ് എൻട്രിങ്ങിൻ്റെ ഹാങ് ഓവറിലായിരുന്നു ഞാൻ. ഹാങ് ഓവറൊക്കെ മാറി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇനിയാണ് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. അതിനായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ആ ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്ത് വെച്ച് ആ മിക്സ് ചെയ്ത പേസ്റ്റ് ടോസ്റ്റ് ചെയ്ത ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസും കൂടി അതിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നേരത്തെ തന്നെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്ത പാനിൽ തന്നെ ഒന്നും കൂടി ഇത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കാം. പിന്നെ ഈ ബ്രെഡിൻ്റെ പുറത്ത് നമ്മൾ ചീസ് വെക്കാൻ മറക്കില്ല. ചീസ് ലാസ്റ്റാണ് വെച്ചത്. എത്ര ബ്രെഡ് നിങ്ങൾക്ക് ആ പാനിൽ വെക്കാൻ പറ്റും അത്രയും ബ്രെഡ് വെക്കാം. ഞങ്ങൾക്ക് ഇവിടെ 5 ബ്രെഡ് വെക്കാൻ പറ്റും, കാരണം അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ബ്രെഡ് പാനിലേക്ക് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണോ എന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ടോസ്റ്റ് ചെയ്തിട്ടാണല്ലോ വെക്കുന്നത്. ലാസ്റ്റ് ചീസും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മൂടി കൊണ്ട് ഇത് അടച്ചു കൊടുക്കും, കാരണം ആ ചീസ് നമുക്കൊന്ന് മെൽറ്റായി കിട്ടണം. ഒരു 10 മിനിറ്റ് മതി നമുക്ക് ചീസ് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മൂടി തുറക്കുന്ന സമയത്ത് ചീസ് മെൽറ്റായിരിക്കുന്ന കാണാൻ കഴിയും. എന്നിട്ട് അതിനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് ആദ്യം തന്നെ ഞങ്ങൾ കാർത്തിക്കാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ഇൻട്രോ ഒക്കെ പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന കുഞ്ഞിനെ ആദ്യം കൊടുക്കാമെന്ന് കരുതി കാർത്തിക്കിനെ കൊടുത്തു. അവനത് ഇഷ്ടപ്പെടുകയും ചെയ്തു.